ഗൈസ് പനി പിടിച്ചു. നാളെ വെഡിങ് ആനിവേഴ്സറിയാണ്. പക്ഷേ പനി പിടിച്ച ആകെ കിടപ്പില്ല. ഒന്നും ചെയ്യാനുള്ള ഒരു കെൽപ്പില്ല. അപ്പം നമുക്ക് നോക്കാം. വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗെറ്റവേ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങളുടെ വരും. പക്ഷേ ഒരു വൈറൽ ഫീവർ വന്നതുകൊണ്ട് ഞാൻ കിടപ്പിലായി. അറിയില്ല ഈ ആഴ്ച നടക്കുമെന്ന്, ബട്ട് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ 6th വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ പരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളി തൊണ്ടവേദന കാരണം 2 ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. കാരണം സംസാരിക്കുകയുണ്ടേ. അപ്പോൾ എനിക്കൊട്ടും സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് ഇച്ചിരി കൂടെ ബെറ്ററായി. എന്തായാലും ആവിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് 2 ദിവസം വൈറൽ ഫീവറായിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുമായിരുന്നു. എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ച് ഓഫീസിൽ പോയി. എന്നാലല്ലേ ഒരു ഉഷാർ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഗൈസ് ത്രെഡൊക്കെ ചെയ്തു. അങ്ങനെ പനി പിടിച്ചിരുന്ന ഞാൻ ഉഷാറായെന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ട് പനിയുണ്ട്, എന്നാലും ഞാൻ എന്നെ തന്നെ ഉഷാറാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ആദ്യം ചെയ്ത കാര്യം ത്രെഡ് ചെയ്ത് കണ്ണൊക്കെ പിരിവൊക്കെ ഇങ്ങനെ ഭയങ്കര കാട് പിടിച്ചിരിക്കുമായിരുന്നു. അത് പോയി ഒന്ന് വൃത്തിയാക്കി വെട്ടിത്തെളിച്ചപ്പോൾ ഒരു ഭംഗി അല്ലേ. ഓക്കെ. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇനി ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഇന്ന് ഡിന്നറിന് പോവാണ്. അപ്പം എൻ്റെ വിശേഷങ്ങൾ കാണാം. 6th വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വർഷം ഒരു ഡിഫറൻസിന് വേണ്ടി ഞങ്ങൾ ക്യാബിനൊക്കെ ബുക്ക് ചെയ്ത് ഒരു വീക്കെൻഡ് നമ്മൾ ട്രിപ്പ് പോകാമെന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എൻ്റെ ഈ പനി കാരണം ഒന്നിനുമുള്ള ഒരു സുഖമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസം നല്ലൊരു ഡിന്നർ പ്ലാൻ ചെയ്തു. സ്ഥലം പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് റിജോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെന്ന്. എന്താ പോയില്ലേ? പുരികമല്ല, ത്രെഡിങ്. പുരികം. പോവാ എന്താ റെസ്റ്റ്. അപ്പോൾ ഇവിടെ മലയാളി അസോസിയേഷൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി റിജോ അങ്ങോട്ടേക്ക് പോയേക്കാണ് വോളണ്ടിയർഷിപ്പിന്. അപ്പം പുള്ളി പോയിട്ട് ഏകദേശം ഒരു 1 to 2 hours തിരിച്ച് വരുമെന്നാണ് പറഞ്ഞത്. അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോയി റെഡിയാവാം. നിങ്ങൾ ഈ വീഡിയോയുടെ സൈഡിലൊക്കെ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇതാണ് എൻ്റെ ബാത്റൂമിലെ മണി പ്ലാന്റ്. എങ്ങനെയുണ്ട്? വേണ്ടില്ലേ? ഇത് സൂര്യപ്രകാശം വേണ്ട, ഒന്നും വേണ്ട. കാരണം ഞങ്ങൾക്ക് ഇവിടെ വാഷ്റൂമിൽ അങ്ങനെ വെന്റിലേഷൻ സൂര്യപ്രകാശം ഇല്ല, മറ്റേ രീതിയിലുള്ള സംഭവമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഈ ഒരു വാം ലൈറ്റ് മതി ഇതിന് ഗ്രോ ആവാൻ. കാരണം അതിൻ്റെ ഒരു ഹീറ്റ് മാത്രം കൊണ്ടാണ് ഇത് ചെറിയൊരു പ്ലാന്റ് ആയത്. ഇത്രയും വന്നു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ആക്ച്വലി ഇച്ചിരി വാടി നിൽക്കുകയാണ്, ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം പാവം. അപ്പം അതൊരു ഭംഗിയല്ലേ കാണാൻ, കണ്ടോ? അപ്പോൾ അതേ ഞാൻ അടിപൊളിയായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. മുടിയൊക്കെ ഒന്ന് ഹെയർ ഡ്രൈ ചെയ്തു. പിന്നെ ഹെയർ പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ അടിച്ചിട്ടേക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും ഇട്ട് വെച്ചേക്കാണ്. ഇപ്പം ഞാനങ്ങനെ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു. കുറച്ച് ഈ ഇടയ്ക്കായിട്ടാന്ന് വെച്ചാൽ ഒരു 1 yearനുള്ളിലായിട്ടുള്ളൂ ഞാൻ സൺസ്ക്രീനൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ സൺസ്ക്രീനൊന്നും ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പം പിന്നെ അവിടെ കുരുക്കളൊക്കെ ഉണ്ട്. അല്ലെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പം എനിക്ക് എവിടെയെങ്കിലും കുരുക്കൾ വരും, അത് ഉറപ്പാണ്. ദാറ്റ്സ് നോട്ട് എ ന്യൂ തിങ്. ഓക്കെ, അപ്പം ഞാൻ ബാക്കി പോയി റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ദാ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഹെയർ സെറ്റ് ചെയ്യണം, ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ ഏകദേശം റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. റെഡി ആയിട്ടാ ഇറങ്ങി.
അപ്പം ഞങ്ങൾ പോകുന്നത് ആസാദി വൈൻയാർഡ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. അത് പുതിയതാണ്, ഈ വർഷം അത് ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. അതൊരു നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഒരു വൈൻയാർഡ്സിൻ്റെ നടുക്കാണ് ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അതൊരു ഇറാൻ കുസീനാണ്. അപ്പം മെയിൻലി ഒരു കബാബ് അങ്ങനത്തെ ഒക്കെയുള്ള ഒരു വൈബുള്ള ഒരു സംഭവം. അപ്പം എപ്പോഴും നമ്മൾ കാനഡിയൻ ഫുഡ് ഒക്കെ അല്ലേ ഇങ്ങനെ ഡേറ്റിനൊക്കെ കഴിക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായതുകൊണ്ട് ഒരു സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് യാത്രയുണ്ട് അങ്ങോട്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവുക. അവിടുത്തെ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കണ്ടോ, നല്ല ഒരു ലേക്കിൻ്റെ വ്യൂയിലോട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു ഇത്. മെയിൻലി താഴെ റെസ്റ്റോറൻറ്റും മേളിൽ വൈൻ ടെസ്റ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഗാലറി പോലെ ഒരു സംഭവമായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേന് അതൊക്കെ അടച്ചിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് സെക്കൻഡ് ഫ്ലോറും താഴെ റെസ്റ്റോറൻറ്റും, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലേസിങ് വന്നേക്കുന്നത്. ഞാൻ ഭൂരിഭാഗം എൻ്റെ സ്കൂളിങ്ങും സൗദി അറേബ്യയിലായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പം ആ സൗദി അറേബ്യ വിട്ടിട്ട് വേറെ എങ്ങും ഞാൻ ഇതുപോലത്തെ ഒരു ആർക്കിടെക്ചറിൽ ഞാനൊരു ബിൽഡിങ് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു വൈബും അത് എനിക്കെന്തോ ഒരു എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ തിരിച്ചു വന്ന പോലെ. ഞങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്തേക്കുന്ന ടൈം ഏകദേശം 8 o'clock ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി അകത്ത് നമ്മളെ സീറ്റ് ചെയ്ത് ഇരുത്തി. പിന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. നല്ലൊരു ടേബിൾ തന്നെയാണ് കിട്ടിയത്. മിററിലോട്ട് ഗ്ലാസിൻ്റെ സൈഡിൽ നല്ല ലേക്ക് വ്യൂ ഒക്കെ ആയിട്ട്. ഞാൻ പിന്നെ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. കാരണം എനിക്ക് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നല്ല പനിയുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ചൂട് കാപ്പിയും പിന്നെ ഞങ്ങൾ ഈ കബാബാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചിക്കൻ കബാബും പിന്നെ റിജോ ഒരു ബീഫ് കബാബുമാണ് ഓർഡർ ചെയ്തത് വിത്ത് റൈസൊക്കെ, സാഫ്രോൺ റൈസൊക്കെ ആയിട്ട്. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു സംഭവത്തിനെല്ലാം. പിന്നെ ഞങ്ങളൊരു സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റിൽ അവർ നമ്മുടെ ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ നമുക്ക് ആനിവേഴ്സറിയുടെ ഒരിത് സ്പെഷ്യൽ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് നമുക്ക് തന്നു. അങ്ങനെ നമ്മൾ ആനിവേഴ്സറി കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കല്ല, ഒരു ചെറിയ ഡെസേർട്ടൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ട് നല്ല ഫില്ലിംഗ് ഒക്കെ ആയിരുന്നു. എന്തായാലും അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളായിരുന്നു തോന്നുന്നു അവിടുത്തെ ലാസ്റ്റ് വൺ ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് സ്റ്റാഫൊക്കെ ആണെങ്കിലും ഞങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ വി വെർ റിയലി ഹാപ്പി. എന്തായാലും ഞങ്ങളുടെ ആനിവേഴ്സറി നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.